എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജീനാസ് ഫാമിലി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയിരുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അദ്ദേഹം ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതാണ് വളരെ മനോഹരമായ കുഞ്ഞു കുഞ്ഞു സ്റ്റാൻഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന കൊച്ചു സ്റ്റാൻഡുകൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വലിയ സ്റ്റാൻഡായിട്ട് അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചപ്പോൾ അത് അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പരും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിക്കണമെന്നോ അല്ലെങ്കിൽ അത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കണമെന്നോ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം. ഈ ഒരു സാധനം നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് ആണിത്. ഇത് 2 സെൻറ്റിമീറ്റർ വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ തിക്കായിട്ടുള്ള റീപ്പർ, അതായത് ഹാർഡ് വുഡ് റീപ്പർ, ഇരുമുള്ള, അങ്ങനെ പല സൈസ് വുഡ് ഉണ്ടാവും. ഇരുമുള്ള്, ചെറുതേക്ക്, തേക്ക്, അങ്ങനെ പല വുഡിൻ്റെയും റീപ്പറുകൾ എടുത്തിട്ട് ഈ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് മെറ്റലാണ്, സെൻട്രലും മെറ്റലാണ്. മെറ്റൽ ഇത് റിബേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ലോങ് ലൈഫാണ് ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ. ഒരു സ്ഥലത്തൊന്നും കിട്ടത്തില്ല ഇതേപോലെ ഇത്രയും ലൈഫായിട്ട്, ഇത്രയും ഗ്യാരണ്ടിയോടുകൂടി കിട്ടാൻ സാധ്യതയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ കണ്ടതും ഒക്കെ അങ്ങനെ തന്നെയാണ്. വെറുതെ സിമ്പിളായിട്ടുള്ളതാണ് ഇത്. പക്ഷേ ഇത് ലൈഫാണ്, നല്ല ദീർഘകാലം നിൽക്കും ഇത്. ഇതാന്നിട്ട് നമ്മൾ ഈ മറ്റേ ഫ്രഞ്ച് പോളിഷ് അടിച്ച് ഫിനിഷ് ചെയ്തേക്കണേ. ഇതെല്ലാം റിബേറ്റ് ചെയ്തേക്കണേ. ഇതെല്ലാം ഒറ്റ പീസാണിത്. ഇങ്ങനെ തമ്മിൽ ഹാങ് ചെയ്തിട്ടേക്കണേ. ബാക്കിലൊരു കീ ഹോൾ വെച്ചിട്ട് ഭിത്തിയിൽ തൂക്കിയിട്ടേക്കണേ. സാധാരണ നമ്മളുടെ ഇല്ലി മുള വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെ എടുത്ത് ഇത് തേക്കിൻ്റെ സെക്ഷനാണ്. തേക്കിൻ്റെ സെക്ഷൻ കൊടുത്തിട്ട് റസ്റ്റിക് ഫിനിഷാണ്. അതായത് നമ്മൾ പ്ലെയിനിങ് ഒന്നുമില്ല, ഈ വുഡിൻ്റെ ബാലൻസ് തന്നെ ഈ സാധനം വെച്ചിട്ട് ചെയ്തേക്കണേണ്. ഇത് സാധാരണ ഇത് ഫിക്സഡ് ആയിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തേക്കണ ഇത് റൊട്ടേറ്റ് ചെയ്യാവുന്ന വിധത്തിലാണ്. എല്ലാ തട്ടുകളും ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മളുടെ പൊസിഷൻ അനുസരിച്ച് കോർണറിൽ വേണമെങ്കിൽ കോർണറിൽ വെക്കുക, നേരെ വെക്കണമെങ്കിൽ നേരെ വെക്കുക, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കുക. എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഐഡിയ അനുസരിച്ച് ഇത് മാറ്റിയും മറിച്ചും ഒക്കെ വെക്കാം. ഇതെല്ലാ തട്ടുകളും അങ്ങനെ തന്നെയാണ്. ഈ ഒരു സംഭവം നമ്മൾ ചെയ്തേക്കണത് ചട്ടീൻ്റെ അകത്ത് ഇറക്കി വെക്കാതെ തന്നെ ഇതിൻ്റെ അകത്തിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മണ്ണ് നിറച്ച് ചെടി വളർത്താം. കാരണം ഇത് മൾട്ടി വുഡിൻ്റെ ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വുഡിൻ്റെ ക്ലാഡ് ചെയ്തേക്കണേ, വുഡിൻ്റെ റീപ്പർ വെച്ച് ക്ലാഡ് ചെയ്തേക്കണേ. ഈ ഒരു സാധനം നമ്മളുടെ സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റാണ്. ഇത് നമ്മളുടെ എവിടെയാണ് വെക്കണം അവിടത്തെ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളുടെ ഇത് അനുസരിച്ച് ഇതിങ്ങനെ ഇറക്കി വെക്കാം. ഇത് വേണമെങ്കിൽ അഴിച്ചെടുക്കാം. ഇവിടെ നെട്ടും ബോൾട്ടും വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ലൂസായി കഴിഞ്ഞ് ഇങ്ങനെ ഊരിയെടുക്കാം നമ്മൾക്ക്. ഇത് നമ്മളുണ്ടാക്കിയേക്കുന്നത് നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് 3/4 ഇഞ്ച് സെക്ഷൻ GI സെക്ഷൻ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ട് 8 ഇഞ്ച് ഡെപ്തും 7 ഫീറ്റ് ഹൈറ്റും 6 ഫീറ്റ് വിഡ്ത്തും വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ചെയ്തേക്കണം. അതിങ്ങനെ നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഇത് തട്ട് ഡിസൈൻ ചെയ്യാം. ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മളുടെ ഇതിൽ ഇങ്ങനെ ചെയ്തേക്കണേ. മെറ്റലിൻ്റെ ഇത് എൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് ഫിനിഷാണ് ചെയ്തേക്കണം. ഇത് വേണമെങ്കിൽ പൗഡർ കോട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കണം ബ്ലാക്ക് പെയിൻ്റാണ്. ഇതിൻ്റെ തട്ട് വെച്ചേക്കണം സിമെൻറ്റ് ബോർഡാണ്. സിമെൻറ്റ് ബോർഡ് 10 mm തിക്കുള്ള സിമെൻറ്റ് ബോർഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കണം. അപ്പോൾ ലോങ് ലൈഫാണ് ഇതെല്ലാം. എവിടെ വേണമെങ്കിലും എടുത്ത് മാറ്റാം. ഇത് അങ്ങാടും കൊണ്ടുപോകാം. ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കണം. നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിലും ഇത്തിരി ഹെവി ആയിട്ട് ഇത് ഉണ്ടാക്കിയേക്കണം. ഇത്തിരി വലിയ സംഭവം കിട്ടി. ഇത് മരത്തിൻ്റെ ഈ ഈ അടിവശം, അതായത് വേര് ഭാഗത്തിൻ്റെ സാധനം കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഈ ചെയ്തേക്കണം. ഇത് തേക്കിൻ്റെ സാധനമാണ്. ഇത് തേക്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കണത്. ഇതെല്ലാ സാധനവും ഇങ്ങനെ നമ്മളുടെ ഇതനുസരിച്ച് തിരിക്കുകയും മറിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാ തട്ടുകളും
തിരിക്കാൻ മറിക്കുക, എല്ലാ തട്ടുകളും തിരിക്കാൻ മറിക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെക്കാം. റസ്റ്റിക് ഫിനിഷാണ്, റഫ് ഫിനിഷാണ് ഇതെല്ലാം. വെച്ചേക്കണം, അത് മെറ്റൽ ഫ്രെയിം വെച്ചിട്ട് പ്ലൈവുഡ് പ്ലസ് വെനീറാണ്, വെനീർ ഫിനിഷാണ് ഇത് ചെയ്തേക്കണം. ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള യൂണിറ്റ് സ്ലൈഡ് ചെയ്യാൻ പറ്റും, ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്തേക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.